ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളിപ്പോ കോളം ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നിങ്ങളെ കാണിക്കാനുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മറക്കി വരും, കണ്ടോണം. ഇനി നമ്മള് വർക്കല ക്ലിഫിലേക്കാ പോകുന്നത്, വർക്കലയ്ക്ക് കേട്ടോ. നമ്മൾ അടുത്ത റൂട്ട് വർക്കല ക്ലിഫിലേക്ക് പോവാണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴുള്ള മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം കേട്ടോ, ഷെയർ ചെയ്യണം. ഒരു ലൈക്ക് കൂടുതൽ കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുമല്ലോ. എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കല ഞാൻ പെടങ്ങുവേ. അന്നേരം നമുക്ക് ഇനി റൂട്ടിൽ കാണാം. ടാറ്റാ. ബബ്ലു സാർ എങ്ങനെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട്? തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്? ഞാൻ തിരുവനന്തപുരത്ത് അധികമൊന്നും വരാത്തോണ്ട് എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ ഒരു വേറിട്ട കാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണല്ലേ, റോഡാണ് അത്, അതിന്റെ റോഡിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും. വേറൊരു സൈസില് അല്ലേ, സൈഡില് പൊക്കിയിട്ടുള്ള റോഡ്. എന്തായാലും നമ്മള് കൊറേ നാളായല്ലേ വന്നിട്ട്? കൊറേ നാളായി, പക്ഷെ ഇങ്ങോട്ടുള്ള റോഡിനൊന്നും കുഴപ്പമില്ല അല്ലേ? നല്ല റോഡ് തന്നെ. ഇപ്പൊ പണിത റോഡാണ്. ഇപ്പൊ പണിത് കുറച്ച് നാളായി, ഒരു 10 വർഷത്തോളമായിരുന്നു. ഇപ്പൊ കൊള്ളാലോ, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. വലിയ ട്രാഫിക് ഒന്നും ഇല്ല അല്ലേ? നല്ല അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ടങ്ങ് പോകാം. എന്തായാലും നമ്മള് തിരുവനന്തപുരം ടൗണിന്റെ ഭാഗങ്ങളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മള് നേരെ വർക്കലയിലൊക്കെ അങ്ങ് പോവുകയാണ് അല്ലേ? ഏകദേശം നമ്മള് ഇവിടുന്ന് 1 മണിക്കൂറോളം ഉണ്ട് വർക്കല. വർക്കല വേറെ ലൈഫാണ്, വർക്കല വേറൊരു സെറ്റപ്പാണ്, നല്ല അടിപൊളി വേറിട്ട ഒരു ബീച്ചാണ്. അതെ അതെ. സാധാരണ നമ്മുടെ കേരളത്തിലുള്ള മറ്റുള്ള ബീച്ചുകളെ പോലൊന്നുമില്ല. അത് കാരണമാണ് ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് അവിടെ വരുന്നത് അല്ലേ? അതെ അതെ അതെ. അത് അവിടുത്തെ ക്ലിഫാണ് അവിടുത്തെ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. ക്ലിഫ് നമ്മുടെ ഇന്ത്യയില് വേറെ ഇങ്ങനെ സ്ഥലം ഉണ്ടാന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യയിലെ എനിക്കറിയത്തില്ല കേട്ടാ, കയ്യെന്ന് പറഞ്ഞാ പോലെ. വേറെ സ്ഥലത്ത് കാണും, വേറെ രാജ്യത്തൊക്കെ ഉണ്ടാവും അല്ലേ? എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. എന്തായാലും ക്ലിഫായിട്ട് ഇവിടെ മാത്രമേ എനിക്കറിയാവുള്ളൂ കേട്ടാ. എന്തായാലും അത് അടിപൊളിയാണ്, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നമുക്ക് പോയി നമുക്ക് ഫാമിലി ആയാലും ബാച്ചിലേഴ്സിനായാലും എല്ലാവർക്കും വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പൊ ഓഫ് സീസൺ ആണ്, സീസൺ ടൈമില് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആ ഡിസംബർ മാസം, ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോ ഒരു രക്ഷയില്ല. വർക്കല ക്ലിഫിന് എന്ത് പിന്നെ സീസൺ? അല്ലല്ല, ആളുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു പ്രത്യേകതയാണ്, നൈറ്റ് പാർട്ടിയും സെറ്റപ്പ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പൊ നമ്മളിവിടെ എത്തി. നമ്മളിത് ഇതാണ് ട്രിവാൻഡ്രം ടോൾ, കിഴക്കൂട്ടത്തിന് മുമ്പുള്ള ഒരു ടോളാണിത്. ഇതൊരു വെറൈറ്റി ടോളാണ്, ഒരു കുഞ്ഞു വീടിന്റെ ഒക്കെ ലുക്ക്. അതെ അതെ അതെ. ടോളൊക്കെ പിരിക്കുന്നത് കൊള്ളാം, റോഡും കൂടെ അടിപൊളിയാണ്. റോഡ് തന്നിട്ട് ഇവിടെ ടോൾ ഇല്ല കേട്ടാ. ഇത് ചില സ്ഥലത്തൊക്കെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ടോള് ഇനി ഭയങ്കര ആവേശത്തോട്ട് പിരിക്കാൻ നടക്കും. പ്രത്യേകിച്ച് എറണാകുളം റോഡ് ഭയങ്കര ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടോള് പിരിക്കരുത്, വിട്ടുകളെ. കാരണം നമ്മള് റോഡിൽ കൂടെ നല്ല സന്തോഷമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ടോള് പിരിച്ചെടുക്കേണ്ടത്. അല്ലാതെ ടോള് പിരിച്ചിട്ട് നമ്മളവിടെ കെട്ടിക്കിടന്ന് പോണോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ. അതുകൂടെ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി, കുറെ പേര് അവിടെ വാഹനങ്ങളൊന്നും വിടാതെ തടഞ്ഞൊക്കെ നിർത്തി. അങ്ങനെയൊന്നും ഒരു അവസരം ഉണ്ടാക്കരുത്. ജനങ്ങളുടെ സേഫ്റ്റിയും അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മള് ഓർക്കണം. ഇതിൽ ഒരു മാളല്ലേ? അല്ലല്ല, ഇത് ഫോറം മാളാണെന്നോ. ട്രിവാൻഡ്രത്തേക്ക് ഏറ്റവും നല്ലൊരു മാളാണ്. ഇത് നേരത്തെയൊക്കെ കാണുമായിരിക്കും, അത് പുതിയതാണ്. അതിനെപ്പറ്റി പുത്തം പുതിയതൊന്നുമല്ല, 4-5 വർഷം ആയതാണ് കേട്ടാ. എന്തായാലും നമ്മളിപ്പോ എവിടെ എത്തി? കിഴക്കോട്ടം എത്തി. കിഴക്കൂട്ടം എത്തി. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ എന്തോ സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണ്ണില് മീൻ ഇങ്ങനെ പൂത്തി വെച്ചിട്ടുള്ള കച്ചവടം. ഈ കടപ്പുറത്തെ മണ്ണ് ചുമന്നിരിക്കുന്നു, പക്ഷെ തന്ന വെള്ളം മണ്ണല്ലേ. ഇപ്പൊ മീൻകാരൊക്കെ പണ്ട് കൊണ്ടുവരുമ്പോ അല്ലല്ല, സാധാരണ മീൻകാർ കൊണ്ടുവരുന്ന മണ്ണിൽ പോയി. ഇതിപ്പോ ഒരു സൈസിലെ ചുമന്ന മണ്ണ്, അത് ഇട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോ മൊത്തം മണ്ണിട്ട് ഇങ്ങനെ ഒതിഞ്ഞു വെച്ചേക്കുവാണ് മീനൊക്കെ. അപ്പൊ ചീത്തയാകാതിരിക്കാനാണ്, ഫ്രഷ് പോലെ ഇരിക്കുമെന്നാണ് ഇവര് പറയുന്നത്. പിന്നെ ഐസിന്റെ ആവശ്യമില്ല.
പക്ഷെ ഐസിന്റെ അകത്ത് ഇപ്പൊ സാധാരണ വിഷമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്, മീൻ ഇങ്ങനെ സെറ്റായി കുറേ ദിവസം ഇങ്ങനെ കേടാകാതിരിക്കാൻ. ഇതിപ്പം എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. എന്തിനാണെങ്കിലും നമ്മുടെ ചേച്ചി അടിപൊളിയാണ്. KPS ലളിത ചേച്ചിയുടെ ചായ ചിരിയാണ്. എന്തായാലും ആളൊരു പാവമാണ്. പാവങ്ങള് ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ലേ, അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിലും എല്ലാരും നമ്മുടെ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ. എന്തായാലും കാണുമ്പോ തന്നെ അറിയാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. സാധാരണ തൊലിയൊക്കെ മാറിയൊക്കെ ഇരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ കുറച്ചു ദൂരമൊക്കെ പിന്നിട്ടിട്ടുണ്ട്. നമ്മള് നേരെ ഇവിടുന്ന് നേരെ കല്ലമ്പലം പിടിക്കും. കല്ലമ്പലം അല്ലെ? കല്ലമ്പലം പിടിച്ച് അവിടുന്ന് നമുക്കൊരു 10-15 മിനിറ്റ് മതി. കശ്മീർ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, നമ്മളൊക്കെ എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ വേണം, ഫുള്ള് ബ്ലോക്കും അല്ലേ? ഇപ്പൊ നമ്മളിത് ഇത്രയും ദൂരം വന്നെന്ന് പോലും അറിയുന്നില്ല കേട്ടോ. റോഡ് പണി കഴിഞ്ഞ കാരണമാണ്, ഏകദേശം റോഡ് പണി കഴിഞ്ഞ കാരണമാണ്. ഇങ്ങനെ വേണം യാത്ര ചെയ്യാൻ കേട്ടോ. മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ്, പറയാതിരിക്കാൻ വയ്യ. എന്നാ അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോരുത്. ട്രാഫിക്കില് വീഴുമ്പോഴാണ് നമ്മൾ കുറച്ചു ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുവാണ്, പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും പരിപൂർണമായിട്ട് എല്ലായിടത്തും പണി ചെയ്യും. പിന്നെ നമുക്ക് സുഖകരമായിട്ട് യാത്ര. ഒരു 2-3 വർഷത്തിന് മുമ്പ് കേരളം ഒരു അടിപൊളിയായി മാറും കേട്ടോ. എവിടെ വേണേലും നമുക്ക് സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതുവരെ നിങ്ങൾ ക്ഷമിച്ചാ മതി. കാരണം വേറെ സ്ഥലങ്ങളില്ല. പിന്നെ റോഡ് പണിക്കൊക്കെ ഒരു പരിമിതിയും ഉണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പോകുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോ ഇതുപോലുള്ള റോഡ് പണി നടക്കുന്ന സ്ഥലത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം. പിന്നെ ക്ഷമയാണ് വേണ്ടത്. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തി. എല്ലാം അറിവുണ്ടോ? കല്ലമ്പലം ഭാഗത്തേക്കൊക്കെ വരുന്നു. കല്ലമ്പലത്തിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കയറണം. ആണല്ലേ? കല്ലമ്പലം ഒരു സംഭവം തന്നെയാണ് കേട്ടാ. അത്യാവശ്യം നല്ല തിരക്കൊക്കെയുള്ള ടൗൺ ആണ്. എന്തായാലും യാത്ര പരമ സുഖമായിരുന്നു കേട്ടോ. അത്രയൊക്കെ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിന്ന് വർക്കലെത്തിയാൽ നമ്മളെ ലാസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മള് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മള് നേരെ നമ്മുടെ വീട്ടിലേക്കാവും. അങ്ങനെ ഈ യാത്രേന്റെ അവസാന ഇതിലേക്ക് വരുവാണ്. ധനുഷ്കോടി ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസ്മീർ എന്ത് പറയും? ധനുഷ്കോടി ട്രിപ്പൊക്കെ അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ സാധാരണ എല്ലാരും പറയും തമിഴ്നാട്ടിലെ ഭക്ഷണം കൊള്ളത്തില്ല, വൃത്തിയില്ല. ശരിയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും വാഷ് ബേസിനില്ലേ അത് കഴുകത്തില്ല. എത്ര ബാത്റൂമും വാഷ് ബേസിനും അവര് കഴുകാറില്ല. കാരണം അതില് ഭയങ്കര അഴുക്ക, വേറൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുക റെസ്റ്റോറന്റിന്റെ തറയിലൊക്കെ മണ്ണാണ്. നമ്മുടെ നാട്ടിൽ വല്ല സിമെന്റ് ഒന്നും ഇട്ടേന്നുമല്ല. പിന്നെ ധനുഷ്കോടിയിൽ ഇഷ്ടം പോലെ കുറെ അക്കാമാരിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഫ്രഷ് മീനൊക്കെയാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം വിലയും കുറവാണ് കേട്ടോ. നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അയ്യോ ഫുഡ് കൊള്ളത്തില്ല, അതെങ്കിൽ വില കൂടുതലാന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിക്കാനൊന്നും മടിക്കണ്ട കേട്ടോ. എന്തായാലും അത് ഞങ്ങൾ ഗ്യാരണ്ടി. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അല്ലേ ധനുഷ്കോടി. നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ചയാണ്. ഒരുപാട് ധനുഷ്കോടി പോകാത്തവരുണ്ടെങ്കിൽ ധനുഷ്കോടി പോകണം. കാരണം എന്താണെന്നറിയാമോ, ധനുഷ്കോടി പോകണമെന്നാ പറയുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോ ഈ കടല് ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുന്ന നടുക്കൂടാണ് ഈ റോഡ്. കുറച്ച് കഴിയുമ്പോ ആ റോഡ് പോലും ഒരു പക്ഷെ കാണാൻ സാധ്യത കുറവാണ്. അതിനു മുമ്പായിട്ട് പോയി അതൊക്കെ കണ്ട് ആസ്വദിക്കണം കേട്ടോ. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത്. എന്തോരം ടൂറിസ്റ്റുകൾ ആണ് വരുന്നതെന്നറിയാം. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെ നമ്മള് വർക്കല ക്ലിഫ് അടുത്തോണ്ടിരിക്കും ആണല്ലേ? അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വർക്കല ക്ലിഫിലൊക്കെ പോകാൻ. നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സമയമില്ല. നമുക്ക് വരിക, കുറച്ചു നേരം ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക, കുറച്ചൊന്ന് കാണുക, നേരെ തിരിച്ചു പോകുക. സമയം ഇപ്പൊ തന്നെ പറയാം. നമ്മള് യാത്ര ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കും, ഓരോ സ്ഥലത്ത് കയറി അപ്പൊ അതിന്റേതായ ഒരു ക്ഷീണമൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടി മാത്രം അത് വരും. അത് പിന്നെ ന്യൂ ഇയറിനൊന്നും വരരുത്. സ്റ്റേ ചെയ്യാണെങ്കിൽ അന്നേരം വരരുത്. ഒരു സമയത്തൊക്കെ 25,000 ഒക്കെയാണ് ഒരു ചെറിയ റൂമിന് വരിക റേറ്റ് കേട്ടോ. നമുക്ക് അതിന്റെ പരിസരത്ത് പോലും ചെല്ലാൻ പറ്റില്ല. പക്ഷെ നമ്മള് ക്ലിഫിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും. ബീച്ചൊക്കെ ആസ്വദിക്കാം. അടിപൊളി
അടിപൊളിയാണ്. നൈറ്റ് പാർട്ടി ഉണ്ട്, നല്ല രസം. അവിടെ താമസിക്കണം അല്ലേ? റിസോർട്ടുകള്, നല്ല അടിപൊളി സെറ്റപ്പാണ്. എന്തായാലും വർക്കലേക്ക് പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടി. അടിപൊളി കാഴ്ചകളാ. മറ്റേ ഗോവ എത്തുന്ന പോലെ ഒരു ചെറിയൊരു ഫീലിംഗ് ആണല്ലേ? കാശ്മീർ ഗോവ ഗോവ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ വർഷവും വർഷങ്ങളായിട്ട് ഇപ്പൊ വേണേലും കാശ്മീർ ഗോവ ഇപ്പൊ ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നേ ഉള്ളു. അപ്പം ഇനിയും ഇപ്പൊ നാളെ പോണോന്ന് പറഞ്ഞ നാളെ റെഡിയാ. എന്താ കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ മഴ സമയത്ത് അങ്ങോട്ടൊന്നും പോകരുതേ. പോകുന്നവരോട് പണി കിട്ടി 8ന്റെ പണി തന്നെ ആയിരിക്കും. നമ്മുടെ നാട്ടിലെ മഴയൊന്നും അല്ല, വലിയ കൊടും മഴയാണ്. അത് കാരണം ഇവര് സീസൺ ടൈമിൽ എല്ലാ റെസ്റ്റോറന്റ് എല്ലാം കെട്ടിയിട്ട് ഓഫ് സീസണിൽ അഴിച്ചു മാറ്റും. അല്ലെങ്കിൽ കുത്തനെ വെള്ളം വീടിന്റെ അകത്തും അല്ലെങ്കിൽ റെസ്റ്റോറന്റിന്റെ അകത്തൊക്കെ വീണ് എല്ലാം ഡാമേജ് ആയി പോകും. നമ്മുടെ നാട്ടിലെ പോലെ ചരിഞ്ഞ മേൽക്കൂരയൊന്നും അല്ല അവര് പണിയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മള് വർക്കല ക്ലിഫിലെത്തി. ഈ ക്ലിഫിന്റെ അകത്തോടെ ഇനി പോവുകയാണ് കേട്ടാ. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അറിഞ്ഞതേ ഇല്ല. അതാണ് ഒരു പ്രത്യേകത. എന്താ, ഒരു ക്ഷീണവും ഇല്ല, വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അതെ, അങ്ങനെ അതെ. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടാ. ഓഫ് സീസൺ അല്ലേലും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ തിരക്കുണ്ടാവും. എന്നാലും ഇതല്ല, ഈ ഒരു ലൈഫ് അല്ല ആ ഒരു സീസൺ ടൈമിൽ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് തന്നെ വരുന്നത് ആ ഒരു സമയത്താണ്. ഇപ്പം അവരെയൊന്നും കാണാൻ പോലും കാണത്തില്ല. കണ്ടോ, അടിപൊളിയാണ്. വർക്കല ക്ലിഫ് എന്ന് പറഞ്ഞ വേറൊരു ലോകമല്ലേ. കണ്ട, ഒരുപാട് കടകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്. നല്ല നല്ല ഈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഫ്രഷ് മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഓരോ റെസ്റ്റോറന്റിന്റെ വാതിക്കല്. നമ്മൾ പറയുന്ന രീതിയിൽ ഇവിടെ താമസിക്കുന്നത്. ഇത് കണ്ട, ഓരോ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ഇതാണ്. നമുക്ക് വില പേശിയൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും. നമ്മള് വർക്കല ക്ലിഫ്. ഹായ് ഫ്രണ്ട്സ്, അന്നേരം നമ്മള് വർക്കല ക്ലിഫിൽ എത്തി കേട്ടാ. ഒരു പരുവമായി പരുവക്കേടൊക്കെ ആയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആലപ്പുഴക്ക് പോണം. ഇനി ആലപ്പുഴ വരെ ഓടിച്ചെത്തണം. ഇങ്ങോട്ട് വാ. അന്നേരം നമ്മള് വർക്കല ക്ലിഫിലായി. വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് ഇനി നമ്മള് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മള് വീണ്ടും വരാം.